ഇവിടെ ഒരു കൊച്ചുമകനാണെങ്കിൽ തന്റെ അമ്മാമ്മേനെ കാണാൻ ഒരുപാട് നാളിന് ശേഷം വന്നത്. എന്നാൽ അവൻ വന്ന ഉടനെ ഫോണും കൊണ്ട് ഒറ്റ പോക്കായിരുന്നു. അവന്റെ അമ്മാമ്മനെ ഒന്നും മെയിൻറ്റ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മോന് ലേശം ബിസ്ക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടു കൊടുത്തെങ്കിൽ ഫോണിൽ നോക്കി ഒരേ ഗെയിം കളിയായിരുന്നു. ബിസ്ക്കറ്റ് എടുത്തിരുന്നു. അമ്മാമ്മയുടെ മുഖത്ത് പോലും അവൻ നോക്കിയില്ല. സങ്കടം വന്ന അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് നമ്മൾ പണി നോക്കാന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ സ്വെറ്റർ തുന്നാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് ഒരു നൂല് താഴേക്ക് വീണെങ്കിലും ഈ പയ്യനാണെങ്കിൽ കണ്ടതെന്താ, ഒരു പൂച്ചക്കുട്ടീനെ പോലെയായിരുന്നു. പെട്ടെന്ന് അവന്റെ ഫോണും കാണുന്നില്ല. എടാ എന്റെ ഫോൺ ഇതവിടെ പോയി എന്ന് പറഞ്ഞ് നോക്കും. ഒരുപാട് ദൂരത്തുനിന്ന് ലൈറ്റ് കത്തുന്നുണ്ട്. അവിടെ ഒരു റൂം ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ഇതെന്താ അപ്പൊ പുതിയ റൂം എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് അവന്റെ ഫോണിലും പൂച്ചയുടെ ഫോട്ടോ വരികയാണ്. പിന്നീട് ഒരുപാട് സ്വെറ്റർ ഇട്ട കുഞ്ഞു പൂച്ചകളെ അവന്റെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. അവനൊരു കബോർഡിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നെങ്കിലും അവനെ പൊക്കിക്കൊണ്ട് പോവാണ്. എന്നിട്ട് നോക്കണം നിന്റെ അമ്മാമ്മനെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം. അപ്പോഴാണെങ്കിൽ അവരിരുന്ന് കരയാണ് കേട്ടോ. അത് കണ്ട് അവന് ഒരുപാട് സങ്കടമാണ്. പെട്ടെന്നായിരുന്നു അവൻ സ്വപ്നത്തിൽ നിന്ന് നെട്ടി ഉണർന്നത്. ഇത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവന്റെ ഫോൺ അവിടുന്ന് മാറ്റി വെച്ചിട്ട് അവന്റെ അമ്മൂമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കുറച്ചു നേരം. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മൂമ്മേനെ ഇഷ്ടമാണോ എന്ന് കമന്റ് ചെയ്യണേ.